വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഞാനിതിലേക്ക് 1/4 കപ്പ് സാമ്പാറിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മസൂർ ദാലും എടുത്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ദാൽ എടുത്താലും മതി. ഇത് കുതിർത്ത് വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ കുക്കാവുന്നതുകൊണ്ട് കുതിർക്കാതെ തന്നെ കഴുകിയിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ദാല് രണ്ടും കൂടെ 1 കപ്പാണുള്ളത്. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കർ മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലാണ് ഞാൻ കുക്കറിൽ വേവാൻ വേണ്ടി എടുക്കുന്നത്. ഓരോ കുക്കറിലും വ്യത്യാസമായിരിക്കും. ദാല് വെന്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ അല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക്, 2 ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് മുളകിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് വഴന്നു വന്നാൽ മതി. ദാലിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ സവാളയ്ക്ക് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3-4 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ഇല ഉണങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഇത് കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ദാൽ ഒഴിച്ചു കൊടുക്കാം. ദാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ തിക്കാവും. ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കസൂരി മേത്തി ചേർക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇടുന്നുണ്ട്. ഈ ബട്ടർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബട്ടർ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ഇടുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.